ഇൻസ്പെക്ടർ ബൽറാമാണ് പിടിച്ചത്. നിങ്ങൾ അവന്റെ സീനിയർ ഓഫീസർ അല്ലേ? അവൻ വഴങ്ങില്ല മാഡം. പണം കൊണ്ടവനെ വശീകരിക്കാൻ ഒക്കൂല. മണി പവറും മസിൽ പവറും തോറ്റെടുത്ത് മാഡം വിജയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. നമ്മൾ തമ്മിലുള്ള ചെറിയ പിണക്കം തീർക്കാൻ. നിങ്ങൾ പണം മോഹിക്കുന്നവനല്ലെന്ന് എനിക്കറിയാം. എനിക്ക് സ്വകാര്യമായിട്ട് ആളെ ഒന്ന് കാണണം. ഒരു മോഹം. ഇഷ്ടപ്പെട്ടല്ലേ വിളിക്കുന്നത്? ഇവിടെ എന്താ കുഴപ്പം? എന്നെ കാണാൻ മോഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. അവിടേക്ക് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാവില്ലേ? ആരും അറിയില്ല. കോട്ടേഴ്സിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. ഓക്കെ, സീ യു. ഓക്കെ, ഞാൻ കാത്തിരിക്കാം. ഇരിക്കൂ. നിങ്ങളുടെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ, അമൃത. യെസ്. എന്താ? പറയുമ്പോ വിഷമം തോന്നരുത്. നിങ്ങൾ മകളുടെ ടീച്ചർ വാങ്ങിക്കണം. എന്തിന്? മിസ്റ്റർ, പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഒരു കുട്ടിക്കാരനെ അത് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. വളച്ചു കേട്ടാതെ കാര്യം പറയണം. എന്റെ മകൾ എന്ത് നശിപ്പിച്ചെന്നാണ് പറയണം. പറയാം, നിർബന്ധമാണെങ്കിൽ. നിങ്ങളുടെ ഭാര്യയുടെ പേര് സീത എന്നല്ലേ? ഒരു പഴയ കോവിലകത്തെ തമ്പുരാട്ടി. അതെ. അവർ വ്യഭിചാര കുറ്റത്തിന് പലതവണ ലോക്കപ്പിലും റിമാൻഡിലും കിടന്നിട്ടുണ്ടല്ലോ. മാഡം, അത്തരം ഒരു സ്ത്രീയുടെ മകളോടൊപ്പം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പേരൻസിന് ഇഷ്ടമല്ല. പ്ലീസ്, നിങ്ങൾ ആ ടി സി വാങ്ങിച്ചു പോകൂ. ഇറ്റ് ഇസ് എ റിക്വസ്റ്റ്. ഇല്ല. അമ്മ പിഴച്ചവളാണെങ്കിൽ തന്നെ എന്റെ മകളെന്ന് തെറ്റിയതു. ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞല്ലേ, സൗകര്യമില്ല. മിസ്റ്റർ ബൽറാം, എന്റെ മകൾ ഇവിടെ തന്നെ പഠിക്കും. ടി സി വാങ്ങിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി ആലോചിക്കേണ്ടി വരും. എന്ത് വഴി? തന്തയോ തള്ളയോ ചെയ്ത കുറ്റത്തിന് അവരുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു പുല്ലും ചെയ്യാവുക്കില്ല. ആവശ്യമില്ലാതെ എന്റെ മകളുടെ പേര് നടപടിയെടുത്താൽ നിങ്ങൾ ഞാൻ കോടതി കയറ്റും. കോടതി നിയമമൊക്കെ ഞങ്ങൾക്കും അറിയാം മിസ്റ്റർ. കാണാം. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് മോളെ മറ്റെവിടെയെങ്കിലും ചേർക്കാം. ആവശ്യമില്ലാതെ എന്തിനാ ഈ വഴക്ക്? സീതേ, മതി. ഇനി അത് ആവർത്തിക്കണ്ട. നിങ്ങളുടെ ഈ വാശിക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നത് എന്റെ മോളാ. ക്ലാസ്സിൽ അവളെ മാറ്റി നിർത്തുന്നു. മറ്റു കുട്ടികളെ അവളോടൊപ്പം കളിക്കാനോ മിണ്ടാനോ പോലും ടീച്ചർമാർ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ മോള് വന്ന് കരഞ്ഞു പറയുന്നത് എന്നോടാ. ബുദ്ധി ഉറയ്ക്കാത്തൊരു കുഞ്ഞിനോട് ഇങ്ങനെ പകവയ്ക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എന്തിനാ മോളെ അയക്കുന്നത്? അയക്കണം. ആ മാഡം നിന്നെ പറ്റി എന്റെ മുഖത്ത് നോക്കി പറയുന്ന മുഴുവൻ കേട്ട് സഹിച്ചവനാ ഞാൻ.